ലാസ്റ്റ് ഫ്യൂ വീക്സ് ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഒരിക്കലും തിങ്സ് ലൈക്ക് ദാറ്റ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. സിന്ധു കൃഷ്ണയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. സൈബർ ബുള്ളിങ്ങും നെഗറ്റിവിറ്റിയും എത്രമാത്രം ഉണ്ടാവുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല. തൻവിയുടെയും അഹാനയുടെയും വീഡിയോ അത്രമാത്രം വൈറലാവുകയും ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. But then I will not do it. I don't think I will do it ever. I don't think I'll ever do it. But then personally നമ്മളറിയാന്നുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ ഹു റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ normal talks when we have some certain issues or when we are really going through some kind of a mess and all, we discuss with our friends or with all that. So എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു whatever is the big talk of the town ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് everybody are aware and they know what is the truth, and that's what matters to us, നമ്മളറിയാന്നുള്ളവർ they should be knowing the truth. And when the truth is very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാന്നുള്ളിടത്തോളം then what the public says, what public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because end of the day what matters is our peace of mind. എൻ്റെ ഫോണിൽ എല്ലാ എവിഡൻസും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും ഞാൻ പുറത്ത് പറയേയില്ല. ഇവരുടെ ഈ കുടുംബ പ്രശ്നം നമ്മൾ അറിയാൻ തുടങ്ങിയിട്ട് 10-20 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ സിന്ധു കൃഷ്ണയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. സിന്ധു കൃഷ്ണനെ അറിയുന്നവർക്കും സിന്ധു കൃഷ്ണയുടെ കുട്ടികളെ അറിയുന്നവർക്കും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിയാം. നമ്മൾ ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്, പബ്ലിക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊരിക്കലും എന്നെ മാറ്റർ ചെയ്യില്ല. ആൻഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഡീഡ്സ് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരൻസിനും അതിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ അല്ല. ഞാൻ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് something might happen to him. Because ആ സ്ട്രോക്കും ആ സർജറിയും ഒക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് though he was not അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ശത്രുക്കളായിരുന്നു. സർട്ടൺ മെഡിസിൻസ് ഇപ്പൊ പുള്ളിയുടെ ന്യൂറോ ഇഷ്യൂസിന് കഴിച്ചതും കാർഡിയോ ഇഷ്യൂസിന് കഴിക്കുന്നതും പിന്നെ പുള്ളി ഡയബറ്റിക്കിന് പല മെഡിസിൻസും ഈ ഒന്ന് മറ്റതിന് അത്ര അങ്ങോട്ടൊരു ഫേവറബിൾ അല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളിയുടെ ഇതിന് എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യത വാസ് ഓൾവേസ് ദെയർ സംവെയർ. പക്ഷെ നമ്മളെപ്പോഴും വി വർ ഹോപ്പിംഗ് നത്തിങ് വിൽ ഹാപ്പൻ. ബിക്കോസ് ഞാൻ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും പുള്ളി മരിക്കുന്നതിന്റെ തലേദിവസം പോലും ഐ റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ ഇൻ ദ ഈവനിങ്. ആൻഡ് that was the last video of my father what I had when he was alive. അതിലും എല്ലാം ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. So I was hoping he will go on and on and on for so many more years. That's what I was hoping. And നമുക്ക് പറ്റുന്ന പോലെ I was trying really hard to എല്ലാം ഒന്ന് നന്നായിട്ട് വയ്ക്കാൻ. I tried really hard. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതിനേക്കാൾ like my every day was actually for them, എൻ്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് വാസ് ഫോർ മൈ പാരൻസ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ വീട്ടിൽ എല്ലാവരും ഒക്കെ തുടങ്ങിയല്ലോ 2020 ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത് ഞാനായിരുന്നു ലാസ്റ്റ് തുടങ്ങിയ ആൾ കേട്ടോ. എനിക്കാണെങ്കിൽ തുടങ്ങാൻ
താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനന്നിങ്ങനെ ആലോചിക്കും, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഒരു യൂട്യൂബ്? അതിലെന്തിടാനാ? അതിൽ വീഡിയോസ് ഒക്കെ ഇല്ലേ, എന്തിടാനാ? നിങ്ങളൊക്കെ വീഡിയോസ് ഇട്, ഞാൻ പിള്ളേരോട് നിങ്ങളൊക്കെ ഇട്ട് നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ എന്തിനാ ഇടുന്നേ എന്നൊക്കെ ഞാനിങ്ങനെ ഐ ഷുഡ് തിങ്ക് യുനോ. സോ കിച്ചു അത് പറഞ്ഞുകൊണ്ട് നീ എന്തെങ്കിലും തുടങ്ങും, നീ സ്റ്റാർട്ട് ചെയ്യട്ടെ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാനില്ലേ, അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലുമൊക്കെ അതുപോലെ പേഴ്സണലായിട്ട് കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലെ കാര്യങ്ങളോ ഒക്കെ ഇട്, ഇറ്റ് വിൽ ബി ഗുഡ്. എന്തെങ്കിലും ഒരു വരുമാനം ആകുമല്ലോ. അപ്പൊ ഇതിലൊരു മോണിറ്റൈസേഷൻ, പൈസ കിട്ടുന്ന കാര്യം, അതൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ആരും കണ്ടിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പതുക്കെ സംഭവിച്ചതാണ്. അപ്പൊ അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ അതിൽ ഓക്കെ ആവുന്ന കണ്ടിരുന്നിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഷാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും സിൽവർ പ്ലേ ബട്ടണൊക്കെ എല്ലാവർക്കും അടുപ്പിച്ചൊക്കെയാ വന്നതും. ആൻഡ് നമ്മുടെ വീഡിയോസ് വർ ഡൂയിങ് വെൽ ആൻഡ് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പേയ്മെന്റ്. അതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പൊ എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ, ഞാൻ എൻ്റെ ഏതോ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ചു ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പൊ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു പേയ്മെന്റ് എടുത്തോ, എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചെലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദറ്റ് നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി മൈ ഫാദർ ഹാഡ് ഗിവൺ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചെലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ഏർണിങ് ഐ വാസ് തിങ്കിങ് എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചെലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡോണ്ട് ഹാവ് ടു കൺവിൻസ് എനിബഡി. സോ ദാറ്റ് വാസ് എ ഫ്രീഡം ഐ റിയലി ഹാഡ് ഫ്രം യൂട്യൂബ്. സിന്ധു കൃഷ്ണയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ പേരൻസിനെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. പിന്നീട് അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളുമാണ് എന്നെ പൈസ തന്ന് സഹായിച്ചത്. എൻ്റെ പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവരെനിക്ക് പൈസ തന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും ആ കുട്ടികളോ ഹസ്ബൻഡോ എന്നോടൊന്നും ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നതിൽ എനിക്കൊരു ഗിൽറ്റി ഫീലായിരുന്നെന്നും പിന്നെ യൂട്യൂബിൽ നിന്നാണ് എനിക്കൊരു വരുമാനം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വരുമാനം കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ പേരൻസിനെ കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാലോ, മറ്റുള്ളവരോടൊന്നും പൈസ വാങ്ങണ്ടല്ലോ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചതെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. യൂട്യൂബിൽ നിന്ന് ഞാൻ when I started earning എനിക്ക് ഒരുപാട് കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് അതുപോലത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ when I started earning എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് മോർ ഫോർ മൈ പാരൻസ് ലൈക്ക് വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി യുനോ. അപ്പൊ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഐ വോണ്ട് ടു ഡു whatever I want to do for them. I could just do. അവർക്ക് മാത്രമല്ല I could do for a lot of other people also. ലൈക്ക് നമ്മുടെ വീട്ടിനകത്ത് ആ ഒരു ഫണ്ട് നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഫണ്ടിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അതിങ്ങനെ ചുമ്മാ അങ്ങനെ ഒത്തിരിയും വരത്തില്ല, ഒരു കണക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓൾറെഡി വി ഹാവ് ആ തിങ്സ്, ആ ലോൺസ് ആൻഡ് കാര്യങ്ങളും. അപ്പൊ ദിസ് ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ if ever I'm able to make some money, I should be able to have the freedom in the parents to spend time. എനിക്കൊരു ഫ്രീഡം വേണം. That was my main intention, and thank God till the end, till when my father was
here. And till all the expenses നോക്കാനായിട്ട് I was able to do it so happily. And എപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള എമൗണ്ടുകൾ വരുമ്പോൾ all my children were extremely happy to help, you know. ഞാൻ വലിയൊരു എമൗണ്ട് ആകുമ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് പറയും, ആടാ അപ്പൂപ്പന്നെ ഈ മാസം ഇതൊക്കെയാ ചെലവ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ they will all put a share, you know. അങ്ങനെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴായാലും വലിയ 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 എക്സ്പെൻസസ് ഇടയ്ക്കിടയ്ക്ക് it used to come. And then when we started keeping a home nurse and stuff like that, no, like everybody used to help. And it was very very kind of all my children to do that. Because എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊക്കെ വേണ്ടി മൈ ഫാദേഴ്സ് പാരൻസ് വെൻ ദേ വർ അലൈവ്, അതിൽ ഒരാൾ മരിച്ചത് ഞാൻ ഓസിയ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. My grandmother died after Ishani was born. But I don't even remember അവരെയൊക്കെ ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് I don't remember at all. എനിക്ക് അവർക്ക് അവിടെ കാണാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു 5,000 രൂപ പോലും ഞാൻ എടുത്ത ഇതാ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് അന്നൊന്നും I was in earning. ആൻഡ് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. പ്ലസ് അങ്ങനെയൊന്നും ഉള്ളൊരു വിസ്ഡമും എനിക്കൊന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ വിചാരം മൈ ഡാഡ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ദേ ആർ ഓൾ വെൽ ഓഫ്, ദേ വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൈ ചിൽഡ്രൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആൻഡ് സിന്ധു കൃഷ്ണ പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്നാണ് വരുമാനം കിട്ടിയിട്ടുള്ളത്. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് എൻ്റെ പേരൻസിനെ എനിക്ക് നോക്കാൻ പറ്റി. അച്ഛൻ്റെ എല്ലാ ബിൽസും എല്ലാം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് താങ്ങാൻ പറ്റാവുന്ന ബില്ല് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്ന സമയത്ത് അവരെന്നെ സഹായിക്കാറുമുണ്ട്. ആൻഡ് ഓൾ ദി അതർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ദാറ്റ് ഇസ് ദെയർ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ്. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. സി, എല്ലാത്തിൻ്റെ പിന്നിലും ദർ ആർ അജൻഡാസ് ആൻഡ് സർട്ടൻ തിങ്സ്. ഇപ്പം ഈ ഒരു സംഭവം ഇപ്പം ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൂടെ ആക്കുമ്പോൾ എന്ന് നിങ്ങളൊക്കെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പം ഓൾ ഐ ക്യാൻ സേ ഈസ് ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. സോ കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് things will not be all that okay. And maybe സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹീലറാണ്. സമയം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ വിതിൻ ദ ഫാമിലിയൊക്കെ ദർ ആർ പോസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാമായിരിക്കാം. ആൻഡ് ഐ മൈറ്റ് ജസ്റ്റ് ബി ഓക്കെ ആൻഡ് ഷീ മൈറ്റ് ബി ഓക്കെ ആൻഡ് തിങ്സ് മേ ബി ഓക്കെ. ആൻഡ് ഐ ഡോണ്ട് നോ, അതൊന്നും പറയാൻ പറ്റത്തില്ല. ഐ ജസ്റ്റ് വി ഡോണ്ട് നോ, മനുഷ്യരുടെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ എന്നൊരു പീസ് ലവറായിരുന്നു. I always wanted peace, and when I was not getting it, we'll try all we can. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതാണ് അത് മാറി നിൽക്കുക. Just keep aside, keep silent. പക്ഷെ അത് when people come and say certain things and നമ്മളെ കൈ ചൂണ്ടുമ്പോൾ we have to clarify അല്ലേ. അഹാന കൃഷ്ണ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കാരണം കൊണ്ട് എൻ്റെ വ്ളോഗ്സിലൊന്നും ഇനി മുന്നോട്ട് അമ്മേനെ കണ്ടിട്ടില്ലെങ്കിൽ ആരും നിന്നോട് ചോദിക്കൂല, അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും ചോദിക്കും അമ്മ ഇവിടെ പോയിന്ന്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. സിന്ധു കൃഷ്ണന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്, സിന്ധു കൃഷ്ണക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേങ്കിൽ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് ഇനി മുന്നോട്ട് ചിലപ്പോൾ ഞങ്ങൾ നന്നായേക്കാം, ചിലപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക, മനുഷ്യന്റെ കാര്യമാണ്. I wish my mother and my niece all the very best for എന്താ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ. ഞാനത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. ആ ലേഡി അന്ന് എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ് ഏർലി മോർണിംഗ്. 6 കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം എനിക്കറിയായിരുന്നു അവരൊക്കെ തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നതെന്ന് എനിക്കറിയായിരുന്നു. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചാൽ എന്ത് പറ്റി അംബിക, അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നെ അവരെന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. നേരത്തെ കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ലേഡിയാ, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവണം അവർക്ക്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ പണ്ട് നിന്നിട്ട് പോയ ഒരു ലേഡിയാ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ചേച്ചി ഞാൻ ഇന്ന് പോവാണ്. ഞാൻ പറഞ്ഞു അയ്യോ
ഇന്ന് പോയില്ലേ, അവരൊക്കെ ഇന്ന് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് പോകും, നിങ്ങൾ ഇന്ന് പോവല്ലേ, അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവരന്ന് പോയി. അവരന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങളാൽ വിച്ച് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. പറഞ്ഞു, ഞാൻ കാല് പിടിച്ചു, ഞാൻ പറഞ്ഞു അയ്യോ പോലെ 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 അംബിക പ്ലീസ് പ്ലീസ്, എങ്ങനെയെങ്കിലും 2 ദിവസം കൂടെ നിൽക്കുക, 2 ദിവസം കൊണ്ട് അവരാരെങ്കിലും ഒപ്പിക്കും, പോലെ ഇന്ന് അവർ ഇത്രയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോവും, പോവല്ലേ. അതായിരുന്നു വൺ ഓഫ് ദ ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ട് ഉണ്ടായിരുന്നത്. അവർ പിന്നെ പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഓക്കെ ഇവർ മാനേജ് ചെയ്ത് തൻവിയും എൻ്റെ അമ്മയും എന്നും നന്നായിരിക്കട്ടെ. അവരെന്താവശ്യത്തിന് വിളിച്ചാലും വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും. അവരാവശ്യങ്ങൾക്ക് ഞാൻ ഓടിയെത്തും. തൻവി നാട്ടിൽ വരുന്ന ദിവസം ഞാൻ ഏർപ്പാടാക്കിയിട്ടുള്ള മെയ്ഡാണ് ആ വീട്ടിലുണ്ടായിട്ടുള്ളത്. ആ മെയ്ഡ് ആ വീട്ടിൽ നിൽക്കാൻ ഒരിക്കലും കൂട്ടാക്കിയില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി എന്നാണ് സങ്കടത്തോടു കൂടി സിന്ധു കൃഷ്ണ പറയുന്നത്. So like, I was always monitoring everything. So like, എനിക്കതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ഷുഡൻറ്റ് ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്. ആക്ച്വലി ഇനി ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ എന്നാലും വെൻ ഐ മൂവ് ഫോർവേഡ് ഇൻ ടു മൈ വീഡിയോസ്, നിങ്ങൾക്ക് പലർക്കും അറിയണം എന്താ സിന്ധു ഒന്നും പറയാത്തെ. സിന്ധുവിന് ഇത്രേ പറയാനുള്ളൂ, ഐ വോണ്ട് പീസ് ഫോർ അസ്, ഐ വോണ്ട് പീസ് ഫോർ ദം, ഐ വോണ്ട് പീസ് ഫോർ എവറിബഡി. ഐ ജസ്റ്റ് വോണ്ട് ടു ബി പോസിറ്റീവ്. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഇനിയുള്ള കാലം, with my children and with my grandchildren and with my friends and with എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടെ. I wish to really lead a happy life, and whenever my mother has any emergency, she's always welcome to call me and I will always be there for her. So that's it. And I wish them all the very best. And ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മോട്ടോ അതല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെ വീഡിയോസിൻ്റെ കമൻസിൽ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു അമ്മ ആണെങ്കിൽ നമുക്ക് വേണ്ട, ഇങ്ങനത്തെ ഒരു അമ്മ വീട്ടിലില്ലാത്തതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ മറുപടി ആയിട്ടാണ് സിന്ധു പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും എനിക്ക് വേണം, എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു അമ്മ വേണം. She's a wonderful girl, and I am with her. I'm always with her. I'm with all my children, with everybody. And എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ വിൽ ഓൾവേസ് ബി ദേ വിത്ത് ദ ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാം സാരമില്ല ഡാഡി, വിട്ടുകളാ, എന്തോ ആവട്ടെ, വിട്ടുകളാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി പറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ് വെച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഐ വുഡൻറ്റ് ഫോഴ്സ് എനിബഡി ടു വാച്ച്. കാരണം ഞാൻ ആദ്യം നമ്മളൊരു 10 സബ്സ്ക്രൈബേഴ്സുമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അത് പതുക്കെയാണ് വളർന്നു പോയത്.